ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് പുറത്തോട്ടേക്ക് പോകേണ്ട കുറച്ച് ആവശ്യമുണ്ട്. കുറച്ച് ഷോപ്പിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കല്യാണം ഉണ്ട് വരുന്നു. അപ്പോൾ അതിനുള്ള കുറച്ച് ഷോപ്പിങ്സ്, പിന്നെ ക്രിസ്മസ് എല്ലാം വരുന്നു. എൻ്റെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ഞാൻ എങ്ങനെയല്ല പുറത്ത് പോവുക, അതിനുള്ള മേക്കപ്പ് എങ്ങനെയാണ്, സിമ്പിളായിട്ടുള്ള മേക്കപ്പ് എങ്ങനെയാണ്, ഒക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇടുന്നത് ഒരു നാൽപ്പാമരാതിൻ്റെ ജെല്ലാണ്. ഇത് അടിപൊളി റിസൾട്ടാട്ടോ. നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ആയിട്ടുള്ള ഓരോരോ പാടുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പെട്ടെന്ന് റിമൂവ് ആവുന്ന ഒരു സാധനമാണ്. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടുതന്നതാണ്. ഇത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ തേക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ കാണിച്ചു തരാൻ മാത്രമൊന്നുമില്ല, ഇത്ര ഞാൻ തീർത്തുണ്ട്. നല്ല റിസൾട്ടാണ്. നമുക്ക് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. രണ്ട് കൈയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 2 മിനിറ്റ്സോളം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ സിമ്പിളായിട്ടാണ് പോകുന്നത്. ഒരുപാട് ഹെവി ലുക്കിലൊക്കെ ആക്കിയിട്ട് പുറത്തിറങ്ങുന്നില്ല. പർച്ചേസിങ് കാര്യം പിന്നെ വെയിൽ ഒക്കെ ഉണ്ട്, ഒരുപാടൊക്കെ ഇട്ടിട്ട് ചവറാക്കുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത് എന്താ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ്സിന് ശേഷം നമുക്ക് അടുത്ത ക്രീം അപ്ലൈ ചെയ്യാം. ഞാൻ മാമാർത്തിൻ്റെ ഒരു സൺസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം തേച്ച് ഈ ഒരു കോലമായിട്ടുണ്ട്. ഡെയിലി ഞാൻ സൺസ്ക്രീമിൻ്റെ ഒറ്റൊരാളാണ്. എനിക്ക് ഡെയിലി സൺസ്ക്രീം വേണം. അതേപോലെ തന്നെ ഫിറ്റ്മീൻ്റെ 118 എൻ്റെ ഷെയ്ഡ് വരുന്നത്. ആ ബ്രാൻഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല ബ്രാൻഡാട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കല്. അത് ഞാൻ ഈ അടുത്ത് തുടങ്ങിയത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. നല്ല റിസൾട്ട്, എനിക്കിഷ്ടമായിട്ടുണ്ട്. കൈയാണ് ഞാൻ പാലറ്റായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് തേക്കുക എല്ലായിടത്തുള്ള. എൻ്റെ ഇത് ബോട്ടനൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് താഴോട്ടേക്കൊന്നും തേക്കണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ മാത്രം കവർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇടാൻ പോകുന്ന ഡ്രസ്സ് ബോട്ടനൊക്കെ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് താഴോട്ടേക്കൊന്നും വേണമെന്നില്ല, നമുക്ക് കാണുന്ന രീതിയിൽ മാത്രം മതി. സോറി ഗൈസ്, പറഞ്ഞത് മാറിപ്പോയതാ കേട്ടോ. ഹൈനെക്കാണ്, ബോട്ടനൊക്കെ മാറിപ്പോയി. ഇതെല്ലായിട്ടും ഇങ്ങോട്ട് കുത്തി കുത്തി കൊടുക്കുക. ഈ കാണുന്ന ഏരിയയിലൊക്കെ അങ്ങോട്ട് തേച്ചങ്ങോട്ട് പെരക്കി അങ്ങോട്ട് കൊടുക്കാം. ഏടെല്ലാം തേക്കാൻ പറ്റുമോ, ബാക്കിയുള്ള ഒട്ടും വേസ്റ്റ് ചെയ്യണ്ട, എല്ലായിടത്തും വാരി തേച്ചോ. ഇപ്പം നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇനി നമുക്കിതിനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. നന്നായിട്ട് അങ്ങോട്ട് എല്ലാ ഭാഗത്തേക്കും ടച്ചങ്ങോട്ട് കൊടുക്കാൻ. Everything is perfect. Okay. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യുന്നത് നോക്കാം. ഇനി ഞാൻ ഇടുന്നത് ഷുഗറിൻ്റെ ഒരു കോമ്പാക്റ്റ് ആണ്. അടിപൊളി സാധനം കേട്ടോ. നല്ല പഫെല്ലാം ഉണ്ട്.
ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ നോക്കാം. എനിക്ക് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഐബ്രോ ഫില്ലിൽ. കാരണം ഞാൻ ത്രെഡിങ് വളരെ കുറവാണ്. കാരണം എനിക്ക് ഭയങ്കര പെയിനാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ഇതുകൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറാണ് സ്വതവേ. അപ്പം ഞാൻ ഇതിൽ കുറച്ച് ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കാറ്. കൂടുതൽ ബ്രൗണ് എടുത്തിട്ട് ചെയ്ത് കാണിച്ചാൽ ഇപ്പോൾ ഏകദേശം നമ്മുടെ ഐബ്രോ ഫില്ലിങ് ഫിനിഷിങ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം. ഓക്കെ, ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ഹൈലൈറ്റർ ആണ്. ഞാൻ ഐസിന് ഉപയോഗിക്കുന്നത് ഐ ഷാഡോ ആയിട്ട് സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ്. ഡബിൾ ഷെയ്ഡ് ആട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് ഈ 2 കോംബോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാടൊന്നും ഇടുന്നില്ല, കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഞാൻ ഇടുന്നത്. ഒരുപാട് ഇടാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഷോപ്പിങ്ങിന് പോവാണ്, ടൗണിലേക്കാണ്. ഒരുപാടൊക്കെ വാരി തേച്ചിട്ട് കൊളാക്കുന്നില്ല. എന്തിനാ വെറുതെ. എന്നാലും കുറച്ച് തേക്കുവേ. തേച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണം, തേച്ചിട്ടില്ല എന്ന് അറിയാൻ ചെയ്യരുത്. പക്ഷെ ഒരു ഭംഗിയില്ല ഇതൊക്കെ തേച്ചാലും. വെളിച്ചത് നിങ്ങൾ അറിയുന്നുണ്ടോ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നു. ഞങ്ങൾക്ക് ഈ മാസം 25-നും 26-നൊക്കെ ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ് ആയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്നിപ്പം ഇറങ്ങുന്നത്. ഞാനും എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. രണ്ടാളും കൂടി ഇന്ന് ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കുറേ ദിവസമായി ഇറങ്ങണം എന്ന് പറയുന്നു. പക്ഷെ ഇന്നപ്പം അതിനൊരു മുഹൂർത്തം കിട്ടിയത്. അയ്യോ, ലിയോ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ പറ്റുള്ളൂ. ലിയോനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ 1 ടാസ്ക്കാണ്. ഞാൻ നല്ല ഷോപ്പ് മുഴുവൻ വാങ്ങിച്ചിട്ട് വരും. ഞാൻ കൊണ്ടുപോകുന്നില്ലാത്ത സമയത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഋതുവേട്ടൻ വേണം. ഋതുവേട്ടനും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആ നോക്കൂ. ഓക്കെ, അതേപോലെ തന്നെ ഒരു മാരി ജോക്കിൻ്റെ ഒരു മസ്കാരയാണ്. ഇതിൻ്റെ തന്നെ ഐലൈനറും ഉണ്ട്. ഇതെൻ്റെ കസിൻ ഉപയോഗിക്കുന്ന കണ്ടിട്ട് എനിക്ക് വാങ്ങിക്കാൻ തോന്നിയത്. അടിപൊളി സാധനം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കേ. ഫ്ലിപ്കാർട്ടിൽ എല്ലാത്തിലും ഉണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടിപൊളിയാണ്, ഭയങ്കരമായിട്ട് വോളിമൈസ് ആയിട്ട് നോക്കും. കാണിച്ചു ഇത് ഇട്ടാൽ പിന്നെ വേറെ ഒന്നും വേണമെന്നില്ല. കണ്ട, നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ഇട്ടാൽ മതി, വേറെ ഒന്നും വേണമെന്നില്ല. അത്ര ഒരു ലുക്ക് കിട്ടിയിരുന്നു. കണ്ട ആ ഒരു തിക്നെസ് അല്ലേ? ഞാൻ ഇതിൻ്റെ മുമ്പ് വേറെ കുറേ ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്നും ഇത്ര ഇഷ്ടമായിട്ടില്ല. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ബോധിച്ചൊന്നും അറിയില്ല. അതേപോലെ ഇത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ഇത് കൺമഷനും ഐലൈനറും ഒന്നും ഇടുന്നത് തന്നെയില്ല. ഇതിൻ്റെ പിന്നെ ഫുൾ സെറ്റാണ്. ഒരു സിമ്പിൾ ലുക്കും ആവുകയും ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കിഷ്ടം ഇത് മാത്രം നോട്ടിട്ട് നല്ല രസത്തിൽ. ഒരു ഹൈലാഷ് വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ടല്ലേ, ബുദ്ധിമുട്ടുണ്ടോ? ഐലാഷ് വെച്ച ലുക്കും കിട്ടും, ഒരു പ്രത്യേക രസവും കിട്ടും. താഴെ ഞാൻ ഒരുപാട് തേക്കുന്നില്ല, കുറച്ച് മാത്രം. ഓക്കെ, രസമുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ലിപ്സ്റ്റിക്ക് നോക്കാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക് ഉണ്ട്, സഫോറോസിൻ്റെ. ഞാനിത് ഒക്കേഷണലി മാത്രം ഇടുന്നൊരു സാധനം.
അയ്യോ നോക്കിയേ, ഇത് പൊട്ടി. അയ്യോ നല്ല കോസ്റ്റ്ലി സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡ്. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തയ്ക്കാം. ഓക്കെ, എന്നാലിത് പൊട്ടിയ വിഷമിക്ക് മാറുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനത് കൊണ്ടുനടക്കലീന. നമുക്കുണ്ടാവില്ലേ ചില സാധനത്തിനൊക്കെ ഒരുപാട് ഇഷ്ടം, അതേപോലെ എനിക്ക് ഈ ലിപ്സ്റ്റിക്കിനോട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഗൈസ്, ഈ ബാഗാണോ ബെറ്റർ, ഈ ബാഗാണോ? ഞാൻ കൺഫ്യൂഷനിലായിട്ടുള്ളത്, ഇതോ എന്നുള്ള. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ബെറ്റർ എന്ന്. കാരണം ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലും വാങ്ങലും പിടിക്കലൊക്കെ കുറച്ച് സാധനം വേണമെങ്കിൽ ഇതിനകത്ത് ഇടാലോ. അപ്പോൾ ഇതെടുക്കാം. ഓക്കെ, ഇതിന് നമുക്ക് കൂടെ മാറ്റാം. അപ്പം ഞാൻ ഇതിന് ആക്സസറീസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു വാച്ച് മാത്രമാണ്. ഞാൻ വലത്തെ കയ്യിലാണ് വാച്ച് വെക്കാറ്, ഇടത്തെ കയ്യിലല്ല. അതിലധികം പേരും ഇടത്തെ കൈയാണ് ചൂസ് ചെയ്യാറ്. പക്ഷെ ഞാൻ നേരെ തല തിരിച്ചു, ഞാൻ വലത്തെ കൈൻ്റെ ആളാണ്. ഓക്കെ, ഇനി നമുക്ക് ബാഗ് എടുക്കാം. എനിക്ക് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. മുടി കൊണ്ടൊരു കുറച്ചും ലൂസായിട്ട് വേവിയാക്കുക. ഓക്കെ, ഇനി എൻ്റെ ബാഗ് ഇതാ ലോങ് ബാഗാണ്, കുറച്ചൊരു സഞ്ചി പോലത്തൊരു ബാഗ്. ഓക്കെ, ഇനി നമുക്ക് ഐ പ്രൊട്ടക്ഷൻ. ഞാൻ കമ്മൽ ബേസ് സ്റ്റഡ് മാത്രമേ ഇട്ടുള്ളൂ, താഴെ ഞാൻ ഇട്ടിട്ടില്ല. ഈ ഭാഗമേ ഉള്ളൂ, ഈ ഭാഗം ഈ 2 മാത്രമേ ഇട്ടുള്ളൂ. ഓക്കെ, പിന്നെ കൂളിംഗ് ഗ്ലാസ്, അത് മുഖ്യം ബിഗിലെ മുഖ്യം. ഓക്കെ, വെയിലല്ലേ, കൂളിംഗ് ഗ്ലാസ് മുഖ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് ബാക്കി വീഡിയോ കാണാം. ബൈ.